കർണാടകയിലെ പ്രമുഖരായ 2 കോൺഗ്രസ് നേതാക്കളാണ് സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും. കർണാടകയിൽ കോൺഗ്രസ് ഭരണം പിടിക്കാൻ ഏറെ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ നേതാക്കളാണ്. അതിൽ ഡി.കെ. ശിവകുമാറിന് കുറച്ചധികം പങ്കുണ്ട്. സംസ്ഥാനത്ത് വലിയ ജനപിന്തുണയാണ് ഡി.കെ. ശിവകുമാറിന് ഉള്ളത്. കർണാടകയിലെ കോൺഗ്രസിന്റെ എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പെടുമ്പോൾ അവിടെ നിർണായകമായ ഒരു ചുമതല വഹിക്കാൻ ഡി.കെ. ശിവകുമാറിന് കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡി.കെ. ശിവകുമാറിന് കോൺഗ്രസിനകത്ത് വലിയ സ്ഥാനമുണ്ട് താനും. എന്നാൽ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയും ഉപമുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാറിനെ കർണാടകയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഭരണമേറെ മുന്നോട്ടു പോകുമ്പോൾ ഇനി ഡി.കെ. ശിവകുമാർ കർണാടകയിൽ മുഖ്യമന്ത്രിയാകും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരികയാണ്. കർണാടകയിലെ സർക്കാരിൽ നേതൃമാറ്റമുണ്ടാകുന്നു എന്ന ചുമതല മാറ്റമുണ്ടാകുന്നു എന്ന സൂചന വരികയാണ്. അതിന്റെ സൂചനയായി ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നു. കർണാടകയിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സിദ്ധരാമയ്യ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹം സിദ്ധരാമയ്യ തള്ളി. രാജ്യവിഷയത്തിൽ പാർട്ടി ഉന്നതരെ വിളിച്ച് ആശയക്കുഴപ്പം നീക്കാൻ കോൺഗ്രസ് എം.പി. എൽ.ആർ. ശിവരാമഗൌഡ നടത്തിയ പ്രസ്താവനയാണ് അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നതിൽ സംശയമില്ല. പക്ഷെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിലാണ് എന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ താൻ 5 വർഷം മുഴുവൻ മുഖ്യമന്ത്രി ആയിരിക്കുമെന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. ഇതിനിടെയാണ് മുഖ്യമന്ത്രി തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നും ജാർക്കിഹോളിയെ പോലുള്ള ഒരാളെ ഉപദേശിക്കാൻ അദ്ദേഹം തീരുമാനിച്ചതായും മകൻ യതീന്ദ്ര പറയുന്നത്. അച്ഛൻ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഈ ഘട്ടത്തിൽ ശക്തമായ പ്രത്യയശാസ്ത്രവും പുരോഗമന മനോഭാവവുമുള്ള നേതാവിനെ അദ്ദേഹത്തിന് ആവശ്യമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കാനും പാർട്ടിയെ ഫലപ്രദമായി നയിക്കാനും കഴിയുന്ന ഒരാളാണ് ജാർക്കിഹോളി. ഇത്രയും പ്രത്യയശാസ്ത്രപരമായ ബോധ്യമുള്ള ഒരു നേതാവിനെ കണ്ടെത്തുന്നത് അപൂർവമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നുമാണ് യതീന്ദ്ര പറഞ്ഞത്. ജാർക്കിഹോളിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രസ്താവന. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പിതാവ് പറഞ്ഞതിനാൽ വിശ്വാസമുള്ള ആളുകളെ ഉപദേശിക്കാൻ കഴിയുമെന്ന് മാത്രമാണ് താൻ സൂചിപ്പിക്കുന്നത് എന്നാണ് യതീന്ദ്ര പറഞ്ഞത്. അച്ഛൻ സാമൂഹിക നീതിയിലും കോൺഗ്രസ് പാർട്ടിയുടെ മതേതര തത്വങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കർണാടകയിൽ സജീവമായ നേതൃമാറ്റ ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഡി.കെ. ശിവകുമാർ വരുമോ എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും വളരെ നിർണായകമായ വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.